ഹലോ. വേറൊരു ബുക്ക് കൂടെ എന്നെ വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ റിവ്യൂ തുടങ്ങാന്ന്. ബുക്ക് ഇതാണ്. ദ ഷാഡോ ഓഫ് ദി വിൻ എന്ന് പറഞ്ഞ കാർലോസ് ലൂയിസ് സഫോണ്ട ഒരു ബുക്ക്. ഒറ്റ നോക്കി പറയുകയാണെങ്കിൽ സീം ബുക്കാണ്. ഒന്നും പറയാനില്ല, സീം ബുക്കാണ്, രക്ഷയിലെ ബുക്ക്. നമുക്ക് എന്തായാലും അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂലേക്ക് പോവാം. അപ്പൊ ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എന്തുകൊണ്ട് നിങ്ങൾ ഈ ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ വൈ ഷുഡ് യു റീഡ് ദിസ് ബുക്ക്? ഫസ്റ്റ് കാര്യം പറയാനാണെങ്കിൽ ക്യാരക്ടറാണ്. ഈ ബുക്കിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. മെയിൻ ക്യാരക്ടറും കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതല്ലാണ്ട് വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് ഞങ്ങൾ എഴുതിയേക്കുന്ന രീതി, കാർലോസ് എഴുതുന്ന രീതി ഒരു രക്ഷയില്ല. ലിറ്ററലി നമുക്ക് ആ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ടും ഇപ്പൊ ഓക്കെ ആളൊരു കയ്യിലെണ്ണാവുന്ന ആൾക്കാരുടെയാണ് ആൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ഡീപ്പായിട്ട് ക്യാരക്ടർ ഇതിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അവരായിട്ട് കിട്ടുന്ന കണക്ഷൻ, ഊഫ്, ഈ ചില ക്യാരക്ടറൊക്കെ ആയിട്ട് ഒരുമാതിരി കണക്ഷൻ. എനിക്ക് ലിറ്ററലി നമുക്ക് അവർക്ക് അത്ര വിഷമവും ചില പോയിന്റിലൊക്കെ. പക്ഷെ അവര് മെയിൻ ക്യാരക്ടർ പോലല്ല, വെറൊരു സപ്പോർട്ട് മാത്രം അവര്. പക്ഷെ ആള് എഴുതിയിരിക്കുന്ന വെച്ച് നമുക്ക് ഭയങ്കര കണക്ഷനും ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ടും, പിന്നെ ഇതിൽ എഴുതിയ ക്യാരക്ടേഴ്സ് വെച്ചിട്ട്. അതല്ലാണ്ട് വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ വരും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ ഫെർമിൻ, മിക്യുവല്, ന്യൂനി, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും മെയിൻ ക്യാരക്ടർ പോലല്ല, പക്ഷെ അവരൊക്കെ ആയിട്ടുള്ള കണക്ഷൻ ഒരു രക്ഷയില്ല. പിന്നെ ആള് ഓരോ ക്യാരക്ടേഴ്സിനെയും അത്ര ഡെപ്തിലേക്ക് പോയിട്ട് നമുക്ക് ആ ഒരു കണക്ഷൻ തരാൻ ആള് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതാണ് ഫസ്റ്റ് റീസൺ എനിക്ക് പറയാനുള്ളത് ഈ ബുക്ക് വായിക്കേണ്ടത്. അടുത്ത് സെക്കൻഡ് റീസൺ പറയാനുള്ളത് ഈ ബുക്കിലെ കഥയാണ്. ഇതെന്ന് പറയുന്നത് ഒരു 1940-50 കാലഘട്ടങ്ങളിൽ സ്പാനിഷ് ആ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത കഥയാണ്. അപ്പൊ ആ കാലഘട്ടത്തെ ഒരു ആന്റിക് ഫീലിങ്ങും പിന്നെ പോരാഞ്ഞിട്ട് ആ കാലഘട്ടത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും ഒക്കെ ആള് നന്നായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കൂടെ തരുന്നുണ്ട്. അത്ര നന്നായി എഴുതി സെറ്റാക്കിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. പിന്നെ പോരാണ്ട് കഥ മൊത്തത്തിൽ പോകുന്ന ഒരു ത്രില്ലർ മോഡിലാണ്. നമ്മളിങ്ങനെ ഹുക്ക് ചെയ്തെടുത്തു, ഓരോരോ മൂവ്മെന്റ് ആയിട്ട് ഹുക്ക് ചെയ്തെടുത്തു. ഞാൻ വായിച്ച ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടാണെങ്കിലും ഈ സാധനം കയ്യിലിട്ട് തുടർന്ന് വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒറ്റ പോകാം. പ്രതി സെക്കൻഡ് ഹാഫ് ഒക്കെ ഞാൻ അങ്ങനെ നിർത്താണ്ട് വായിച്ചോണ്ടിരിക്കുക. എനിക്ക് സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് പോയാലും ഞാൻ ചിലപ്പോൾ അത് ക്യാൻസൽ ഞാൻ വായിച്ചാനെ. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ പോയേ. അമ്മാരി ഹുക്കായിട്ടാണ് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ. സെക്കൻഡ് ഹാഫ് ഒക്കെ പ്രത്യേകിച്ചു, കാരണം അത്ര ഗ്രിപ്പിംഗ് ആയ സ്റ്റോറിയാണ്, അത്രയ്ക്ക് ത്രില്ലർ ഒരു മോഡിലാണ് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇതൊരു അതായത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, സോറി, ഇതൊരു ക്ലാസിക്കാണ്. ഇത് ലിറ്ററലി ക്ലാസിക്കാണ്, ഒന്നും പറയാനില്ല. ആ ഒരു മോഡാണിത് ലിറ്ററലി. പിന്നെ പിന്നെ ആ സെറ്റിങ്, നമ്മൾ പറഞ്ഞ സെറ്റിങ്ങും ക്യാരക്ടേഴ്സും സ്റ്റോറിയും മൊത്തത്തിൽ നൈസാണ്. ഈ സ്റ്റോറിക്ക് വേണ്ടി, ഈ സ്റ്റോറി പണ്ടത്തെ ഒരു സംഭവം ഉണ്ടെങ്കിലും ഈ സ്റ്റോറി ഭയങ്കര ഹുക്കായിട്ട് നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകണം, ഗ്രിപ്പിംഗ് ആയ ത്രില്ലർ മോഡിൽ പോണ ബുക്കാണ്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് വൊക്കാബുലറിയാണ്. ഞാൻ പൊതുവെ വൊക്കാബുലറിക്ക് വേണ്ടി ഒരു ബുക്ക് വായിക്കാറില്ല. കാരണം വൊക്കാബുലറി മനസ്സിലായി നമ്മൾ ഏകദേശം ഒരു മീനിങ് മനസ്സിലായി അങ്ങനെ വിട്ട് പോകാറാ പതിവ്. പക്ഷെ ഈ ബുക്കിൽ വരുന്ന വൊക്കാബുലറി അത് ആ സീനാണ്. എന്താ വെച്ചാൽ ഞാൻ 19 പേജിന്റെ എങ്ങാണ്ട് വൊക്കാബുലറി ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയപ്പോൾ എന്റെ കുറെ പേജുകൾ കഴിഞ്ഞു. കാരണം എനിക്കറിയാത്ത അത്രയും വാക്കുകൾ ഇയാൾ പറയുന്നുണ്ട്. എനിക്കറിയാത്തതുകൊണ്ട് മാത്രമല്ല എനിക്ക് വായിക്കാൻ തോന്നുന്നത്, പക്ഷെ അല്ല, അറിയാത്തതുകൊണ്ട് മാത്രമല്ല എനിക്ക് അത് പഠിക്കാൻ തോന്നുന്നത്. പക്ഷെ ഞാൻ ഇടയിൽ ഏതൊരു ജസ്റ്റ് ഒരു കാര്യം വായിച്ചു പോയി. അതായത് നമ്മുടെ വൊക്കാബുലറി അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ ഓരോ വേർഡ്സുകളുടെ എണ്ണം നമ്മൾ പറയുന്നത് കൂട്ടണമെങ്കിൽ, നമുക്കറിയാം വൊക്കാബുലറി എണ്ണം കൂടുകയാണെങ്കിൽ നമ്മളെ കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നമ്മുടെ വേൾഡ് വ്യൂ അത്രയ്ക്കും ഇമ്പ്രൂവ് ആവുന്നുള്ളൊരു കോട്ട് ഞാൻ കണ്ടു, എവിടെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം നമ്മുടെ വൊക്കാബുലറി കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്രയധികം അഡ്വാൻസ് ഉണ്ടാവണമെങ്കിൽ ഇതൊരു നല്ലൊരു കാര്യമല്ലേ. അപ്പൊ ഞാൻ ഇത് മാർക്ക് ചെയ്യാൻ തുടങ്ങിയതാ. മാർക്ക് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങനെ മാർക്ക് ചെയ്ത് പൊക്കോണ്ട് ഇനി ഇരിക്കുന്നു, കാരണം അത്രയധികം വാക്കുകൾ എനിക്ക് അറിയാത്തുണ്ട്. ഞാൻ ഓരോ നിന്ന് പഠിക്കണം. അങ്ങനെ. അപ്പൊ ഇതാണ് 3 മെയിൻ റീസൺസ്. ഒന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ്, രണ്ടെന്ന് പറയുന്നത് സ്റ്റോറി, മൂന്ന് പറയുന്നത് വൊക്കാബുലറി. ഇതുമാണ് എനിക്ക് തോന്നിയത്. ഇതല്ലാണ്ട് വേറെ കുറെ കാരണമുണ്ട് വായിക്കാനായിട്ട്, പക്ഷെ ഞാനിപ്പോ 3 പറയാനുള്ളൂ. അപ്പോ സമപ്പം ഇത് പറയുകയാണെങ്കിൽ ഈ ബുക്ക് ശരിക്കും നല്ലൊരു ബുക്കാണ്. നമുക്ക് വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹുക്കായി പോകുന്ന സ്റ്റോറി ലൈനാണ്. ക്യാരക്ടേഴ്സ് ഒക്കെ വെൽ റിട്ടൺ ആണ്. നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് നല്ല ഇമോഷൻ കണക്ഷൻ കിട്ടുന്ന രീതിയിലാണ് അത് എഴുതിയേക്കുന്നത്. പിന്നെ പോരാത്തിന് ത്രില്ലർ മൂഡിൽ പോകണം തന്നെ, സ്റ്റോറി ഭയങ്കര ഡിപ്പിംഗ് ആയിട്ട് ഞാൻ പൊക്കോണ്ടിരിക്കും. പിന്നെ ഒരു ഫണ്ട് റീഡാണ്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയി എനിക്ക് തോന്നുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അല്ലെങ്കിൽ വായിക്കാൻ പോവുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വായിച്ചിട്ട് എന്താണ് നിങ്ങളുടെ തോട്ട്സ് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.